തൃപ്പൂണിത്തുറ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിക്കാൻ കൈകോർത്ത LDFും UDFും 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ LDFിന് നൽകാനാണ് ധാരണ. 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ UDFിന് നൽകും. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം. ലേബി സജീന്ദ്രൻ, നഗരസഭയുടെ ഭരണമല്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, അത് തങ്ങൾക്ക് വീതിച്ചെടുക്കാമെന്നുള്ളൊരു നീക്കത്തിലാണോ LDFും UDFും തൃപ്പൂണിത്തുറയും? ഒരു നഗരസഭയുടെ ഭരണം എന്ന് പറയുമ്പോൾ അതിൽ ഭരണത്തിൽ ആര് ഏറി എന്നുള്ളതല്ല, ഭരണചക്രം കൃത്യമായി നിയന്ത്രിക്കണമെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കൈവശം വേണം. ഇത്തരത്തിൽ BJP അധികാരം പിടിച്ചെങ്കിലും തൃപ്പൂണിത്തുറയിൽ BJPയെ ഭരണത്തിലേക്ക്, അതിന്റെ ഭരണക്രമത്തിലേക്ക് അടുപ്പിക്കരുത് എന്നുള്ള ചിന്തയോടെയാണ് ഇപ്പോൾ UDFും LDFും സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിക്കാനായി ഇറങ്ങിയതും. ഇപ്പോൾ 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ വോട്ടെടുപ്പാണ് പൂർത്തിയായത്. ഈ 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് 3 CPMും 2 ഇപ്പോൾ കോൺഗ്രസുമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 32 വോട്ടുകൾ CPMും കോൺഗ്രസും തമ്മിലുള്ള സഖ്യവും 21 വോട്ടുകൾ BJPയും നേടി. ഏതായാലും ഇത്തരത്തിൽ ഭരണം BJP ഇവിടെ പിടിച്ചെടുത്ത സമയത്തും ഇതിന്റെ ഭരണത്തിൽ ഇടപെടാനായി BJPയെ തടസ്സപ്പെടുത്താൻ, അല്ലെങ്കിൽ അത് പൂർണ്ണമായും BJPയിലേക്ക് പോകാതിരിക്കാനാണ് ഇത്തരത്തിൽ CPMും കോൺഗ്രസും ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിക്കാനായി കൈകോർത്തത്. മാത്രമല്ല, ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ടെടുപ്പ് നടക്കുന്നു. അത് മാത്രമല്ല സുജയ, തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചിടത്തോളം തൃപ്പൂണിത്തുറ CPMൽ നിന്ന് BJP പിടിച്ചെടുത്ത സമയത്ത് ഇത്തരത്തിൽ BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റാനായി, അന്ന് ഭരണത്തിലേക്ക് എത്താൻ CPMും കോൺഗ്രസും കൈകോർക്കും എന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിന് 3.5 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ അത് BJP തിരഞ്ഞെടുപ്പ് ആയുധമാക്കും എന്നുള്ള ഭയം കൊണ്ടാണ് രണ്ടുപേരും, CPM ആകട്ടെ കോൺഗ്രസ് ആകട്ടെ, ആ തീരുമാനത്തിലേക്ക് പോകാതിരുന്നത്. എങ്കിലും ഇത്തരത്തിൽ ഭരണം BJPക്ക് വിട്ടുകൊടുത്തിട്ടായാലും സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കൊടുക്കണ്ട എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ CPMും കോൺഗ്രസും ഇവിടെ കൈക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ലേബി സജീന്ദ്രൻ.